ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കുറേ നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. അവിടെ കണ്ടോ, ഒരാൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് അനിയത്തിമാരിൽ ഒരനിയത്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീട്ടിലെ രാവിലെ പണികളൊക്കെ സടപടയെന്ന് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ, കുറച്ച് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ ആയിട്ട് ആളവിടെ നല്ല ബിസിയാണ്. ഒരനിയത്തിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അടുത്ത അനിയത്തി 10ാം ക്ലാസ് ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ടോ. ആ ഇരിക്കുന്ന സമയം കൊണ്ട് അവളവിടെ പാത്രം കഴുകട്ടെ, ഞാൻ അവിടുന്ന് മാങ്ങ തിന്നാന്നുള്ളൊരു പരിപാടിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കണ്ണിമാങ്ങയാണെന്ന്. അല്ല കേട്ടോ, ഇത് നമ്മളെ വയനാട്ടിലൊക്കെ ഇങ്ങനത്തെ മാങ്ങ ഭയങ്കരമായിട്ട് കിട്ടും. ഇത് നമ്മൾ കാട്ടുമാങ്ങ എന്നാണ് പറയുന്നത്. പല നാട്ടിലും പലതായിരിക്കും പറയണത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ പഴുത്ത മാങ്ങയ്ക്ക് കറിയൊക്കെ വെക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, നല്ല സ്മെല്ലാണ്. ഈ മാങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ കാട്ടുമാങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ പറയുന്നത്. സ്പെഷ്യലി വയനാട്ടുകാർ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇത് കാട്ടുമാങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ, കറി വെക്കാനും അതേപോലെ വെറുതെ കഴിക്കാനും. ഈ നല്ല തേനൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനെ ചിലവർ ഇത് ഒരു ജാമ് പോലെ ഉണ്ടാക്കും കേട്ടോ, ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പല രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഇന്ന് നമ്മളിത് വെറുതെ കഴിക്കുകയാണ്. ഇത് കുറേ കിട്ടും. ഇത് ഈ സീസൺ മാങ്ങ സീസൺ, ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സാധനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ മാങ്ങ ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടേ എനിക്ക് മാങ്ങ ഇഷ്ടമാണ്, ഇപ്പോൾ ഒന്നും കൂടെ കൂടി. അപ്പോൾ ഇത് കുറച്ച് പുളിയും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള അടിപൊളി സാധനം. അപ്പം എൻ്റെ വീട്ടിൽ പുതിയൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഏലക്കായ ഉണ്ടാവുന്ന ചെടിയാണ്. ഇത് നമ്മൾ വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇതിപ്പോൾ കായൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏലക്കായ ഉണ്ടാവുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്. പൂവിട്ടിട്ട് ഒരു വള്ളി പോലെ ഉണ്ടായിട്ട് അതിനകത്ത് കുറേ ഉണ്ടാവും. ഇത് സെറ്റായി വരുമ്പോൾ നമ്മൾ ഉണക്കിയെടുക്കും. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം കാണാനായിട്ട്? ഏലക്കായുടെ ചെടി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ഏലക്കായുടെ ചെടി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2-3-4 ചെടിയുണ്ട്. അപ്പോൾ ക്രിസ്റ്റി പാത്രമൊക്കെ കഴുകി വന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പോൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അവളാണ്. ഞാൻ കുറച്ച് റെസ്റ്റാണ് ഗൈസ്. ഞാൻ ഡെലിവറിക്ക് വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫുള്ള് റെസ്റ്റാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല. ആരെങ്കിലും ഉണ്ടാക്കി തന്ന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ വീട്ടിലെ ചക്കമരത്തിൽ നിറയെ ചക്ക പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന്ന് കയ്യോടെ പറിക്കുന്നു. മൂത്ത ചക്ക പറിക്കുന്നു, അതെടുത്ത് വറുക്കുന്നു, അതെടുത്ത് എന്താ പറയുക ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഫുൾ എൻ്റർടൈൻമെൻ്റാണ് വീട്ടിൽ. കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. നമ്മൾ TV ഒക്കെ ഇട്ടിച്ചിരുന്ന് നമ്മൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. നല്ല മുട്ട വറുത്തതും നാടൻ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബീട്രൂട്ട് തോരനും പിന്നെ നമ്മളെ കാന്താരി ഉണ്ടല്ലോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ കാന്താരി കഴിക്കരുതെന്നാണ് പറയാറ്. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എടുത്ത് വെക്കും കേട്ടോ. അതും കൂട്ടി നന്നായി ഞങ്ങളങ്ങ് ചോറ് കഴിച്ചു കേട്ടോ. നമ്മളെ വീട്ടിലുള്ള മാങ്ങയിൽ നിന്ന് ഏത് മാങ്ങ പഴുത്തത് കിട്ടുമോയെന്ന് വെച്ചിട്ട് 2 പേരും കൂടെ അവിടെ പോയിട്ട് അതിനെ നോക്കി വായി നോക്കി നിൽക്കുകയാണ്. മാങ്ങ വീഴുന്ന ലക്ഷണമൊന്നുമില്ല. കുറച്ച് കാറ്റടിച്ചാൽ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ട് വീണെങ്കിൽ പൊട്ടാതെ കിട്ടുമെങ്കിൽ അതെടുത്ത് കഴിക്കാമല്ലോ. പക്ഷെ ഭയങ്കര രസമാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനം ആ സ്പോട്ടിൽ തന്നെ നമ്മൾക്ക് കഴിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണല്ലോ. പക്ഷേ ഞങ്ങൾ എന്നും പോയി നോക്കും, പക്ഷെ ഞങ്ങൾക്ക് മാങ്ങ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് മാങ്ങ കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ആ കിടക്കുന്ന മടല ഞങ്ങളെ തലയിൽ വീണില്ല എന്നുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ വീണത്. ഞങ്ങൾക്ക് 2 പേർക്കും തലയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഭാഗ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തലഭാഗ്യം ശരീരഭാഗ്യമൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾക്ക് 2 പേർക്കും പണി കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിന്ന് മാങ്ങ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ഇനി പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീടെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം അടുത്തുള്ള വീട്ടുകളിലൊന്നും ആൾക്കാരൊന്നും ഇല്ല. ഭയങ്കര ശാന്തമായി കുറച്ച് ചീവീടിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ കേട്ടോ. മഴയില്ലാത്തതുകൊണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാം. ഇത് അവക്കാഡോൻ്റെ മരമാണ്. നമ്മളിതിനെ ബട്ടർ ഫ്രൂട്ടെന്നും അല്ലാതൊക്കെ വെണ്ണപ്പഴം എന്നൊക്കെ പറയും കേട്ടോ. പഴുത്തിട്ടൊന്നുമില്ല. അവസാനം നമുക്ക് രാവിലെ കിട്ടിയ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ആ സാധനം എടുത്ത് കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ
കിണറിൻ്റെ വക്കിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കിണർ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയൊക്കെ ഉള്ളൂ. വയനാട്ടിൽ എൻ്റെ വീട്ടിലെ ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ ബാക്കിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഗർഭകാലം ഞാൻ വേറെ രീതിയിൽ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ വന്നിട്ട് അറ്റ്മോസ്ഫിയറൊക്കെ മാറി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.